നല്ല ഫോട്ടോ എടുക്കണ്ടപ്പാ. ഫോട്ടോ ഒന്നും എടുക്കണ്ട. ഇങ്ങോട്ട് നോക്ക്. അത് തന്നെ. അയാളെ കണ്ട നിങ്ങളെ കാത്ത് നിൽക്കുന്നു. അയാൾ കഴിഞ്ഞതിന് മറ്റേ പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളാണ്. മൈൻഡ് ചെയ്യണ്ട. വാ 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 വേഗം വിട്ടോ. മാഷേ മാഷ് ഇല്ല ഇടാ എല്ലാ തുറക്കാൻ കറ്റായിരിക്കും. ഇരിക്ക് മാഷേ. ഇരിക്കടോ. ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നേരെ മാഷെടുക്ക വരണമെന്ന് നിർബന്ധം. ഏതായാലും അത് നന്നായി. നീയെങ്കിലും എന്നെ ഓർത്തല്ലോ. പണ്ടൊക്കെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ എന്നെ ഒന്ന് വന്ന് കാണും, ഒന്നിച്ച് ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് അവരാരും കാണുന്നില്ല. അതാ സത്യം. റോഡിൻ്റെയും നാടിൻ്റെയും അവസ്ഥ വളരെ ദയനീയമാണ്. വോട്ട് ചെയ്തവരോട് ഒരു കൂറും കാണിച്ചിട്ടില്ല. എല്ലാരെയും ആ കൂട്ടത്തിൽപ്പെടുത്തണ്ടപ്പാ. അങ്ങനെയാണെങ്കിൽ ഞാൻ മാഷെ കാണാൻ വരുവാ. ഇല്ലല്ല, ഞാൻ എല്ലാവരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പറഞ്ഞേ ഉള്ളൂ. വോട്ട് ചെയ്തവർ വെട്ടികളാവരുത്, പ്രഹസനം മാത്രമായി പോകരുത്. ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. അതെല്ലാം പറയാനുണ്ടോ മാഷെ? അതുകൊണ്ടല്ലേ ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. ജയിച്ചു കഴിഞ്ഞാൽ അയാൾ നാടിൻ്റെ കൗൺസിലറായി, അല്ലാതെ സംഘടനയുടെ മാത്രമല്ല. കൊടിയുടെ നിറമോ വ്യക്തികളെയോ നോക്കാതെ കഴിവിൻ്റെ പരമാവധി എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ഇന്ന് മുതൽ ഞാൻ ഈ നാടിനും നാട്ടുകാർക്കും ഒപ്പമുണ്ട്. അത് ഞാൻ മാഷ്ക്ക് ഉറപ്പ് തരാം. ഞാനൊക്കെ മെമ്പറായിരുന്ന കാലത്ത് വാടൊക്കെ നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു. അന്നൊക്കെ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ വാഹന സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് വാടൊക്കെ ചുരുങ്ങി സൗകര്യങ്ങളൊക്കെ കൂടി. 2 കൊല്ലമാകുമ്പോഴേക്കും ഈ വഴിയും നമുക്ക് റോഡാക്കി മാറ്റാൻ പറ്റണം മാഷെ. അപ്പം നാളത്തെ പരിപാടി മാഷെ? നാളെ നമുക്ക് നാണിയച്ചിൻ്റെ പോരേൻ്റെ കട്ടമുറി, കാതർക്കാൻ്റെ മേപ്പോരേൻ്റെ ഓലമേയൽ, പിന്നെ അത് കഴിഞ്ഞ് അംഗനവാടിൻ്റെ വെള്ളപൂശൽ. അല്ല, അപ്പോൾ ആ വായനശാല മീറ്റിങ്ങോ? അത് രാത്രിയല്ലേ. നാളെയും വീട്ടിലെത്താൻ 1 മണി 2 മണി ആവും. നാളത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് 2 ദിവസം എനിക്ക് പണിക്ക് പോകണം മാഷേ. അല്ലെങ്കിൽ വീട്ടിലെ കാര്യം എല്ലാം അവതാളത്തിലാവും. വളരെ വിചാരം അച്ഛൻ ഗൾഫിലോ മറ്റോ ഉള്ളതെന്നാണ്. അതെന്താ അങ്ങനെ തോന്നാൻ? അത് ശരിയാ. പിള്ളേരെ രാവിലെ എണീക്കുമ്പോഴേക്ക് നമ്മൾ വീട്ടിൽ നടക്കും. തിരിച്ച് പിന്നെ വീട്ടിലെത്തുമ്പോൾ പിള്ളേർ ഉറങ്ങിയിട്ടും ഉണ്ടാവും. എന്താ ചെയ്യുക?
പിള്ളേരെ മുഖം ശരിക്കൊന്ന് കാണാൻ ശരിക്കും ഓർമ്മയാകുന്നു മാഷേ. ശരിയാ, നമ്മളെല്ലാവരും അവസ്ഥ അങ്ങനെ തന്നെ. നമ്മളെക്കൊണ്ട് നാടിനും നാട്ടുകാർക്കും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ സമാധാനം. അല്ല ചൂട്ട തീരാനായി, എന്താ ചെയ്യാനിപ്പോ? ഇല്ല മാഷേ, നിങ്ങൾക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ. എൻ്റെ അടുക്ക ഉണ്ട്, മൈത്രി ഉണ്ട്. ആണോ? മാഷെ ബൈക്ക് കൊടുത്ത് എൻ്റെ അടുക്ക മൈത്രി ഉണ്ട്. ഞാനത് പതിച്ചിട്ട് ഞാൻ പോയിക്കോളൂ. എവിടെ വെച്ചേ? ഞാനിവിടെ നേരത്തെ ചേർത്തിയും മെഴുത്തിരിയും വെച്ചില്ലേ. അതെടുത്ത് കത്തിക്ക് നോക്കുമ്പോ ഇപ്പൊ ചൂട് തീരൂ, നമുക്ക് അപ്പുറത്തുണ്ടല്ലേ. ഇതിനെ പതിച്ചാട്ടെ. ഞാനിത് ആ കയ്യിൽ വെച്ച് ഞാൻ വീട് വരെ എത്തുന്നതിന് പറയാൻ വേണ്ടി പറ്റില്ല ഈ ചൂട്ടയും കൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ശരി. അപ്പൊ ഞാനിങ്ങോട്ട് പോവാം. അപ്പൊ നാളെ ഓക്കെ, ഞാൻ ഇങ്ങോട്ട് പോവാം. നാളെ എല്ലാവരും നേരത്തെ എത്തേ. ആ മോശപ്പുറം പോയിട്ട് മോശയോടെ ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, നാളെ എല്ലാവരും നേരത്തെ എത്തണേ. മാഷ ആ ഷൂട്ട് വെക്കുന്നതിനോട് കണ്ടെത്തിക്കോ. ചൂട്ട മാഷ കൂട്ടുന്ന ഒരു വൈദ്യുതി അങ്ങോട്ട് എടുക്കാം. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് ആലോചിക്കുന്നേ എന്താ പറ്റിയേ? ഞാൻ പണ്ടത്തെ കാര്യങ്ങൾ എന്തൊക്കെയോ ഓർത്തുപോയി. ശരി, എന്നാ മാഷെ നമ്മളെന്നാ പോട്ടെ. നിക്കടോ. പണ്ടൊക്കെ നാടിന് വേണ്ടി പോരാടിയവരെല്ലാം ഇന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയില്ല. അന്നൊക്കെ അവരുടെ മനസ്സിൽ നാടിൻ്റെ പുരോഗതി ആയിരുന്നു ലക്ഷ്യം. അതാണ് അവരുടെ വീടും കുടുംബവും പട്ടിണിയിലായത്. അതൊക്കെ ഇന്നത്തെ തലമുറ പലരും മറന്നുപോയി. അവരോടുള്ള സ്മരണ പോലും ഇന്നത്തെ തലമുറക്കില്ലാതെ പോയി. അവരന്ന് അങ്ങനെ ത്യാഗം ചെയ്തത് കൊണ്ടാ ഇന്ന് പലർക്കും പല സ്ഥാപനത്തിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ പറ്റിയത്. എന്നാ ശരി മാഷേ, ഞാൻ മാഷെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതാ എല്ലാത്തിനും ഇതാ ഇയാള് മുള്ളിച്ചവിട്ടിയ പോലെയാ ഉള്ളേ. മാഷ് പറഞ്ഞ പോലെ. അല്ലടാ, നീ എന്നെക്കാളും വയസ്സനായോ? താടി മുടിയൊക്കെ നരച്ച്. അയ്യോ, എന്താ ചെയ്യാ മാഷേ? ഓക്കെ, ശരി ശരി. എന്നാലേ ഓക്കെ മാഷേ. ശരി ശരി. അയാളെന്ത് നാണ് കുറേ ഫോട്ടോ എല്ലാം വെച്ചിട്ട് സമയം വെറുതെ കളഞ്ഞു. എൻ്റെ സമയങ്ങളെ കുറേ പഠിച്ചില്ലേ? പഠിക്കണ്ട, ഇനി എല്ലാത്തിനും എപ്പം ഞാൻ കൂടെ ഉണ്ടാവും. ഏത് സമയത്തും വേണ്ടിക്ക് എന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെല്ലാം എന്തിനാ മേടിച്ചു നീ? എനിക്ക് അത് അയാൾ പറയുന്നത് കേട്ടിട്ടൊന്നും ഇപ്പം മനസ്സിലായിട്ടില്ല. മാഷ് പറഞ്ഞിട്ടൊന്നും ഇത്രയും എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഈ ഒരു കാര്യം ചെയ്യും, ആ നേരത്തെ നമ്മൾ എടുത്ത ഫോട്ടോ എല്ലാം ഇല്ലേ, അതെല്ലാം ഡിലീറ്റ് ആക്കി. അതൊന്നൊരു ഗ്രൂപ്പിൽ ഒന്നും ഇടണ്ടേ. ഇനി എന്ത് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്? ഞാൻ നേരത്തെ ഇത് ചെയ്തില്ലേ, എല്ലാവർക്കും അയച്ചു കൊടുത്തില്ലേ? അത് ഡിലീറ്റ് ആക്ക്. അത് എല്ലാവർക്കും ഫുൾ ഇതാ വന്നിട്ട ലൈക്ക്, അത്രയും ലൈക്ക്. അത് ഡിലീറ്റ് ആക്കടാ. ഇത്ര പണി ലൈക്ക് ഇട്ടിട്ട് എൻ്റെ അമ്മോ, ഡിലീറ്റ്. ആ, എല്ലാം ഡിലീറ്റ് ആക്ക്. നിങ്ങൾക്ക് എന്താണ് അടുത്ത കുറേ ആ ചുമരുള്ള ഫോട്ടോ എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റി? നിനക്ക് ആ ഫോട്ടോയിലുള്ള ആരും അറിയില്ലല്ലോ? ഇല്ല. ആ, അതാണ് ചരിത്രം അറിയില്ല. ദീപസ്തംഭം മഹാശരീരം. നമുക്കും കിട്ടണം അധികാരം, നമുക്കും കിട്ടണം പണം.